അതിലൂടെ അടിമയായി മാറുകയാണ് ചെയ്യുന്നത്. അതിന് പിറകിൽ ഒരു വലിയ കമ്പനിയുടെ കരമുണ്ട്, അതിന്റെ പിറകിൽ ഒരു കൊള്ള നടക്കുന്നുണ്ടെന്ന കാര്യം നമ്മൾ മറക്കരുത്. തീർച്ചയായിട്ടും നവമാധ്യമങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നതിൽ കുഴപ്പമില്ല. എല്ലാം ആവശ്യത്തിന് ഉപയോഗിക്കണം, അപ്പൊ കുഴപ്പമില്ല. അതുകൊണ്ട് സുവിശേഷം പങ്കുവയ്ക്കാൻ നമുക്ക് സാധിക്കും. സുവിശേഷവൽക്കരണത്തിന് എല്ലാ മാധ്യമങ്ങളും പ്രയോജനപ്പെടുത്തേണ്ടത്. പക്ഷെ അതിന് അടിമപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ അടിമകളായി മാറി, അതൊരു തരം അഡിക്ഷനായി മാറുന്നു. അങ്ങനെ അപകടത്തിൽപ്പെടുന്നവരും ആത്മഹത്യയിലേക്ക് പോകുന്നവരും ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നവരും വലിയ അപകടങ്ങളിൽ ചെന്ന് പെടുന്നവരും ധാരാളം ഇന്നുണ്ട് എന്ന കാര്യം നമ്മൾ മറക്കരുത്. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്തുണ്ടായ ഏറ്റവും വലിയൊരു നാശമാണ് ഈ സൈബർ അഡിക്ഷൻ. കോവിഡ് കാലത്താണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കുട്ടികളും മുതിർന്നവരും എല്ലാം മറ്റ് സമ്പർക്കങ്ങളെല്ലാം കൈവിട്ടു പോയപ്പോൾ ഇത്തരം മാധ്യമങ്ങളുടെ വഴികളിലേക്ക് തിരിഞ്ഞത്. തുറന്നു കിട്ടിയ മേഖലയിലേക്ക് വല്ലാതെ കയറിപ്പോയി, അതിനകത്ത് അഭിരമിച്ചു, അതിനടിമയായി മാറി. അങ്ങനെ ഒത്തിരി ആളുകൾ അകപ്പെട്ടു പോയി. എന്തിനധികം ഒരുപാട് പേര് ഡിപ്രഷനിലേക്കും മാനസിക രോഗങ്ങളിലേക്കും ആത്മഹത്യയിലേക്കും ഒക്കെ പോകാനിടയായ സാഹചര്യങ്ങൾ അത് തുടരുന്നുണ്ട് കോവിഡ് കാലം കഴിഞ്ഞിട്ടും എന്നത് നമ്മൾ മറക്കരുത്. അതുകൊണ്ട് അത് മറ്റൊരു അടിമത്തമാണ്, മറ്റൊരു പൊട്ടക്കിണറാണ്. അപ്പൊ അത്തരം പൊട്ടക്കിണറുകൾ ധാരാളം നമുക്ക് എണ്ണി എടുക്കാനായിട്ടുണ്ടാവും നമ്മുടെയൊക്കെ ജീവിതത്തിൽ. അതുപോലെ ജഡികാസക്തികളുടെ പൊട്ടക്കിണറുകൾ തേടിപ്പോയി സംതൃപ്തിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ വലിയ കിരാതമായ അപകടം നിറഞ്ഞ ഗതികേടിലേക്ക് പോയി വീഴുന്നത് നമ്മൾ കാണും. പരിശുദ്ധമായ വിവാഹബന്ധം, പരിശുദ്ധമായ സമർപ്പണം, അതിനൊക്കെ വില കൊടുക്കാതെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്ഷണിക താല്പര്യങ്ങൾക്കും സുഖങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് മനുഷ്യൻ ഓടുമ്പോൾ, ഇറങ്ങി തിരിക്കുമ്പോൾ അവൻ അറിയാതെ തന്നെ വലിയ അപകടങ്ങളിലേക്ക് എത്തുന്നു എന്നതാണ് സത്യം. അപ്പൊ ഇങ്ങനെയുള്ള പൊട്ടക്കിണറുകൾ ഏറെ ഉണ്ടെന്ന് കർത്താവ് പ്രവാചകനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ജലം നൽകാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ നിർമ്മിച്ചു, യഥാർത്ഥ ജീവജലത്തിന്റെ ഉറവിടമായ എന്നെ ഇവർ ഉപേക്ഷിച്ചുവെന്ന ദൈവഹൃദയത്തിന്റെ വിങ്ങൽ പ്രവാചകനിലൂടെ മുഴങ്ങുന്നത് നമ്മൾ കേൾക്കുന്നു. അവിടെയാണ് ഈശോയുടെ വാക്കുകൾ വീണ്ടും നമ്മുടെ ഹൃദയത്തിലേക്ക് മുഴങ്ങി എത്തേണ്ടത്, നമ്മൾ ആഴത്തിൽ ധ്യാനിക്കേണ്ടത്. ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ അവൻ എന്റെ അടുക്കൽ വരട്ടെ, എന്നിൽ നിന്ന് കുടിക്കട്ടെ. തിരുലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ അവന്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. അവിടെ നിന്ന് പറയുന്നത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. അപ്പോൾ പരിശുദ്ധാത്മാവാണ് ഈ ജീവജലത്തിന്റെ ജലധാരയായിട്ട് സഭയിലൂടെ, സഭയുടെ കുദാശകളിലൂടെ നമ്മുടെ എല്ലാം ജീവിതങ്ങളിലേക്ക് ദൈവസ്നേഹത്തിന്റെ ഒഴുക്കായിട്ട് ഇറങ്ങി വരുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. അതുപോലെ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം, സഭയിലൂടെയാണ് കർത്താവ് ഔദ്യോഗികമായിട്ട് പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് എവിടെയും ആരിലും പ്രവർത്തിക്കും, അത് സത്യമാണ്. പക്ഷെ ഔദ്യോഗികമായിട്ട് കർത്താവ് തന്റെ ശരീരമായ സഭയിലാണ് കൂദാശകൾ സ്ഥാപിച്ചത്, പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. ദൈവത്തിന്റെ വചനം സഭയ്ക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തിരുസഭയിലൂടെയാണ് ഔദ്യോഗികമായിട്ട് ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നത്. തിരുസഭയാകുന്ന അമ്മയോട് ചേർന്നുകൊണ്ടാവണം അത് നമ്മൾ നിർവഹിക്കേണ്ടതും. വിശുദ്ധ ആഗസ്തീനോസിന്റെ ഭാഷയിൽ